തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടൊരുക്കുന്ന മുണ്ടത്തിക്കോടുള്ള പടക്ക നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായിട്ടുള്ള സ്ഫോടനത്തിൽ അതിന്റെ തീവ്രത ഉയരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മളോടൊപ്പം അല്പം മുൻപ് MLA പി ബാലചന്ദ്രൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം 5 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ മരണനിരക്ക് കൂടുന്നുണ്ട്, മരണത്തിന്റെ എണ്ണം കൂടുന്നുണ്ട്. ആ രീതിയിൽ വളരെ വലിയ വേദനയുണ്ടാക്കുന്ന വാർത്തകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് വ്യക്തമായിട്ടില്ല. രക്ഷാപ്രവർത്തകർക്കുൾപ്പെടെ അവിടേക്ക് എത്തുന്നതിന് ഇപ്പോഴും പരിമിതികളുണ്ട്. 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 5 വെടിക്കെട്ട് പുരകളാണ് ഉണ്ടായിരുന്നത്. അവിടെ ഇപ്പോഴും പൊട്ടിത്തെറിക്കുന്നതിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. അപ്പോൾ അവിടേക്ക് ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് പൂർണ്ണാർത്ഥത്തിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഈ ദുരന്തത്തിന്റെ ചിത്രം എന്നറിയാൻ ഇനിയും സമയമെടുക്കും. നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ 40ഓളം പേർക്ക് ഊണ് വാങ്ങിയിട്ടുണ്ട് ഉച്ചയ്ക്ക്. അതായത് ഈ പടക്ക നിർമ്മാണ ഈ വെടിക്കെട്ട് ഒരുക്കുന്ന ഈ സ്ഥലത്തേക്ക് 40 ഊണുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 40 പേർ ആ സ്ഥലത്ത് ഉച്ചയ്ക്കുണ്ടായിരുന്നു എന്നത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ എത്ര പേർ ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അതിൽ എത്ര പേർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്, മറ്റ് അവസ്ഥ എന്താണ് എന്നത് രക്ഷാപ്രവർത്തനം പൂർണ്ണമായാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷേ അവിടേക്ക് ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് പൂർണ്ണമായും അടുക്കാൻ പറ്റുന്നില്ല. ഈ വെടിക്കെട്ട് പുരകൾ 5 ഉണ്ട് എന്നാണ് കരുതുന്നത്. പലയിടത്തും ഇത് ചിന്നിച്ചിതറി കിടപ്പുണ്ട്. അതൊക്കെ ഓരോന്നും പൊട്ടുന്നതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. ഈ വലിയ സ്ഫോടനമുണ്ടായപ്പോൾ അത് കിലോമീറ്ററുകളോളം ദൂരത്തിൽ അതിൻ്റെ ശബ്ദം കേട്ടു, പ്രകമ്പനം കേട്ടു എന്നൊക്കെ പറയപ്പെടുന്നു. വലിയ ആഘാതമാണ് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ദുഃഖകരമായ വാർത്ത ഇപ്പോൾ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ഒപ്പം തന്നെ ജനറൽ ആശുപത്രിയിലേക്കും പരിക്കേറ്റവരെ എത്തിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങളുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്നത് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യവുമുണ്ട്. നവമി ദിനേശ് നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. നവമി, ഈ 5 മരണം MLA തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്താണ്? ഈ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തുന്നതിന് ഇനിയും സമയമെടുക്കുമോ, ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ പൂർണ്ണാർത്ഥത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ? നമുക്ക് വിരുദനഗറിലേക്ക് ഒരു സാഹചര്യം അറിയാം. അവിടെ കളക്ടർ ഉൾപ്പെടെ എത്തിയവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കാരണം അപ്പോഴും തുടർ സ്ഫോടനങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഇവിടെയും ആ കരുതൽ രക്ഷാപ്രവർത്തനത്തിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ എന്താണ് അതിന്റെ സാഹചര്യം? രേണുക, എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെല്ലുവിളിയായിരിക്കുന്നത് അവിടെ തുടരെ ഉണ്ടാകുന്ന സ്ഫോടനങ്ങളാണ്. ആർക്കും അകത്തേക്കോ അല്ലെങ്കിൽ അതിന്റെ പ്രദേശത്തേക്കോ പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും അതിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. ചിലരൊക്കെ ഇറങ്ങി ഓടി, പക്ഷെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയവരുടെ എന്താകും അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ആശങ്കയായി നിൽക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തീ അണയ്ക്കുകയാണ്. പറ്റുന്ന ഇടത്ത് അത്രയും അടുത്തേക്ക് ചെന്ന് തന്നെ അവരെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് തന്നെയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി, പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ എത്തിയപ്പോൾ എല്ലാവരും ചേർന്നുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് 5 മരണം സ്ഥിരീകരിക്കുന്നത്. അതിൽ ഈ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് മൃതദേഹം, അതായത് ആളുകളുടെ ശരീരഭാഗങ്ങൾ പലതും ചിന്നിച്ചിതറിയ അവസ്ഥയാണ്, ചിന്നിച്ചിതറി കിടക്കുന്ന സാഹചര്യത്തിലാണ് കിടക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കേറെ വിഷമമുണ്ടാക്കുന്നതാണ്. കാരണം തൃശ്ശൂർ പൂരം അത്രയേറെ നമ്മൾ എല്ലാവരും തന്നെ, മലയാളികൾ എല്ലാവരും തന്നെ അത്രയും വലിയ ആഘോഷത്തോടുകൂടി സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തിന് മുന്നോടിയായി ഇത്രയും വലിയ ദുഃഖിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇനിയും മരണസംഖ്യ ഉയരരുത് എന്നൊരു പ്രാർത്ഥന തന്നെയാണ് മലയാളികൾ ഒന്നടങ്കം ഇപ്പോൾ ഉയർത്തുന്നത്, പ്രാർത്ഥിക്കുന്നത്. കാരണം തീർച്ചയായും അപ്പോഴും ഒരു ദുഃഖകരമായ വാർത്ത. 6 മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, 6 മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. മരണസംഖ്യ ഉയരുന്നു എന്നതിൻ്റെ വാർത്ത തന്നെ വരുന്നു. നവമി, ഇപ്പോൾ 6 മരണം അനൗദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ MLA തന്നെയാണ് നമ്മളോട് 5 മരണം എന്നത് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ 6 മരണം എന്ന് പറയുന്നു. രേണുക, അങ്ങനെയാണെങ്കിൽ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ 40 പേരിൽ വളരെ കുറച്ചു പേരെ മാത്രമേ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി പലരും അവിടെ തന്നെ പെട്ടുകിടക്കുന്ന അവസ്ഥയിലാണ്. സ്ഫോടനം നടന്ന ശാലയിൽ തന്നെ
അകപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. തുടരെയുള്ള സ്ഫോടനമാണ് അവരെ രക്ഷപ്പെടുത്തുവാനായി സാധിക്കാത്തത്. എങ്കിൽ പോലും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് എത്രയും വേഗം അവരെ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടരെ അവിടെ സ്ഫോടനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാടത്തിന് നടുക്കാണ് ഈ നിർമ്മാണശാല നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഇടങ്ങളിലേക്കൊന്നും തീ പടരാനുള്ള ഒരു ആശങ്കയില്ല. അത് വീടുകളോ അല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങളോ ഒന്നും ഇല്ലാത്തത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും 40-ലധികം വരുന്ന തൊഴിലാളികൾ അകപ്പെട്ടിട്ടുണ്ട്. അവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപത്താണ് ഈ പാടം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ ആളുകളെ എത്രയും വേഗം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ആശ്വാസകരമാണ്. ഈ കോഴിക്കോട് നിന്നടക്കമുള്ള ഡോക്ടർമാർ തൃശ്ശൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഈ സമീപത്തുള്ള മറ്റ് ആശുപത്രികളിലും സജ്ജീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകളെ കൊണ്ടുവന്നാൽ എത്രയും വേഗം അവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MLA-മാർ, MP, അതോടൊപ്പം തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ എല്ലാവരും തന്നെ നാട്ടുകാരടക്കം എല്ലാ ആശുപത്രികളിലും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടങ്ങളിലുമൊക്കെ എത്തിയിട്ടുണ്ട്. എത്രയും വേഗം ആളുകളെ രക്ഷിക്കുക എന്നൊരു ഉദ്ദേശം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. 40ഓളം പേരാണ് ഈ ശാലയിൽ ഉണ്ടായിരുന്ന തൊഴിലാളികളാണ് ഈ ശാലയിൽ ഉണ്ടായിരുന്നത്. അതിൽ എത്ര പേരെ രക്ഷിച്ചു, എത്ര പേരെ ആശുപത്രിയിൽ എത്തിച്ചു എന്നീ കണക്കുകളൊന്നും വ്യക്തമായിട്ടില്ല. അവിടെ പലരും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. 6 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. പലരുടെയും ശരീരഭാഗങ്ങൾ ചിതറി കിടക്കുന്ന സാഹചര്യമാണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ തുടരെയുള്ള സ്ഫോടനമാണ് അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ബാക്കിയുള്ളവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസമാണ് ഉള്ളത്. ഇത് ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടായത്. വലിയ ശബ്ദത്തോടു കൂടിയുള്ള ഒരു സ്ഫോടനമാണ്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടായതെന്ന് വ്യക്തമാകുന്നില്ല. ഈ ചൂടാണ്, നമ്മുടെ അതികഠിനമായ ചൂടാണ്. അതാണോ ശരി, ഒന്ന് തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ രാജൻ പല്ലൻ ചേരുകയാണ്. ശ്രീ രാജൻ പല്ലൻ, എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? 6 മരണം സ്ഥിരീകരിച്ചു എന്ന വിവരമാണ് നമുക്കുള്ളത്. രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ? ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? മുളങ്ങുന്നത്താവ് മെഡിക്കൽ കോളേജിന്റെ സമീപത്തുള്ള മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത് അപകടം ഉണ്ടായത്. അവിടെ നിന്നും ഏകദേശം 10-20-21 ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 4-5 പേര് മരണപ്പെട്ടിട്ടുണ്ട്. വളരെ ഗൗരവമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വളരെ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇനിയും നിരവധി പേരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോ 6 മരണം എന്ന ഒരു വിവരം നമുക്കും ലഭിച്ചിട്ടുണ്ട്. എന്താണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം? വളരെ ദുഷ്കരമാണോ ഇപ്പോഴും? അവിടെ ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്, മുളങ്ങുന്നത്താവ്. അവിടെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മാടക്കത്ത ഈ മുണ്ടത്തിക്കോട് ഈ പ്രദേശത്ത് ഇപ്പോഴും പടക്കം അങ്ങനെ തീഗോളങ്ങളും പൊട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ശ്രീ രാജൻ പല്ലൻ,